ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും ഉൾപ്പെടും. കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനായിരുന്നു മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയായിരുന്നു സംഭവം നടന്നത്. സൈനിക വേഷം ധരിച്ചെത്തിയ ഒരു സംഘം ഭീകരർ പഹൽഗാമിലെ ബൈസാരൻ പുൽമേടുകളിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിനയ് നർവാളാണ് കൊല്ലപ്പെട്ടത്. 6 ദിവസം മുൻപാണ് വിനയ് നർവാളിന്റെ വിവാഹം നടന്നത്. ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മരിച്ച മറ്റൊരാളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥിനെയാണ് തിരിച്ചറിഞ്ഞത്. ആക്രമണ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ മൃതദേഹം ചിതറിക്കിടക്കുന്നത് കാണാം. നാട്ടുകാർ സഹായത്തിനെത്തിയപ്പോൾ പരിഭ്രാന്തരായി കരയുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയായിരുന്നു ബൈസാരൻ പുൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ സേന പ്രദേശം വളഞ്ഞു. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രാദേശിക സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ. അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമെന്ന് ഡൊണാൾഡ് ട്രംപും തീവ്രവാദ ശക്തികളെ ചെറുക്കാൻ പൂർണ്ണ പിന്തുണയെന്നും വ്ളാഡിമിർ പുടിനും പ്രതികരിച്ചു. ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. ഈ കുറ്റകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാനാകില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവിധത്തിലുമുള്ള തീവ്രവാദ ശക്തികളെയും ചെറുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പുടിൻ ഉറപ്പു നൽകി. ഭീകരാക്രമണത്തിൽ നിരവധി പേർ മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അറിയിച്ചു. സംഭവത്തിൽ സൗദി കിരീടാവകാശി നടുക്കം രേഖപ്പെടുത്തി. നിരപരാധികളുടെ ജീവൻ അപഹരിച്ച് അപലപനീയമാണെന്നും മനുഷ്യരാശിക്ക് നേരെയുള്ള ഭീഷണിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകര പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് നേരിടും. ഭീകര പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. ഭീകരതയെ എന്തെങ്കിലും പ്രത്യേക മതവുമായോ സംസ്കാരവുമായോ ബന്ധപ്പെടാനുള്ള ശ്രമവും പാടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തര അക്രമങ്ങളെയും ഭീകരതയും ശാശ്വതമായി തള്ളിക്കളയുന്നതായും ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെ ശക്തമായി അപലപിക്കുന്നതായും UAE അറിയിച്ചു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് ഇദ്ദേഹം US-ലേക്ക് മടങ്ങും. സംഭവത്തിൽ US-ലെ ഇന്ത്യൻ അമേരിക്കൻ ജനപ്രതിനിധികളായ വിവേക് രാമസ്വാമി, രാജകൃഷ്ണമൂർത്തി, റോഖന്ന, അമി ബേര തുടങ്ങിയവരും നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി.